എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തന്നെയാണ്. അതുപോലെ അവിടെ അവർ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണോ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റിയതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നേരത്തെ ചെയ്തിട്ടുള്ള റീഡിംഗ് പോലെ തന്നെ ഒരു റീഡിംഗ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഇപ്പോഴും നമുക്കറിയാമല്ലോ, പലരുടെയും ജീവിതം തകരുന്നത് തേർഡ് പാർട്ടി ആയിട്ടാണ്. തേർഡ് പാർട്ടി കാരണമാണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമാവാം, ഒരു വ്യക്തിയാവാം. അപ്പം നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെയും അകറ്റിയ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും, അതുപോലെ ചെറുതായിട്ട് ബ്രീഫ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും അവർ വല്ല ആഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ തട്ടിയെടുത്തതിൽ അങ്ങനെയൊക്കെയുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അതായത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ടോട്ടൽ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ഹാപ്പിയാണോ, നിങ്ങളെ ചതിച്ച ആ ഒരു തേർഡ് പാർട്ടി ഹാപ്പിയാണോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഒരു ആഭിചാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ നോക്കാം. എന്താണ് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? നിങ്ങളോടുള്ള വികാരവും തേർഡ് പാർട്ടി ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുമാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വന്ന കാർഡ് തന്നെ ഒരു നത്തിങ്നെസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് തേർഡ് പാർട്ടി ബന്ധം ഏകദേശം അവസാനിച്ചതായിട്ടാണ് ഈ ഒരു കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത്. തേർഡ് പാർട്ടി ബന്ധത്തിൽ കടുത്ത മാനസിക വേദനയാണ് നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചിരുന്നത്. ഇവിടെ ഒരു നത്തിങ്നെസ് കാർഡുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആഭിചാരക്രിയയിലൂടെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി സ്വന്തമാക്കി വെച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും നാൾ ഒരു മോഹവലയത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വ്യക്തിയെങ്കിൽ കാർഡുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചറിവുണ്ടായതായിട്ടാണ്. അതായത് മോഹവലയത്തിൽ നിന്നകന്ന്, അതായത് തേർഡ് പാർട്ടിയുടെ മോഹവലയത്തിൽ നിന്നകന്ന് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ. കടുത്ത കുറ്റബോധവും മാനസിക സമ്മർദ്ദവും ആ ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. നിങ്ങളെയും തേർഡ് പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നൊരു വ്യക്തിയും ഇവിടെ കാണാം. അപ്പം നിങ്ങളുടെ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വൈഫാവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ ലവറാവാം, ആരുമാവാം. അവർ നിങ്ങൾക്കൊരു പ്രാധാന്യവും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത്, നിങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിലയും തരാത്തൊരു വ്യക്തിയാണ്. ഒരു കറിവേപ്പില പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളോർത്ത് കടുത്ത കുറ്റബോധവും മാനസിക സംഘർഷവും ഈ ഒരു വ്യക്തിക്കുണ്ട്. ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കടുത്ത കുറ്റബോധവും നിരാശയും മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വത്തെ ഇവിടെ കാണാം. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്കുള്ള റീഡിംഗ് ആണ്. സ്ഥിരമായിട്ട് കാണുന്ന ചില ആളുകളുണ്ടല്ലോ, അവരുടെ എനർജിയാണ് തീർച്ചയായിട്ടും.
എൻ്റെ ചാനലിൽ വരുന്ന കൂടുതൽ വീഡിയോസും അതായത് എക്സ്ക്ലൂസീവ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റാരുടെ റീഡിംഗ് അല്ല, ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നതായിട്ടാണ് അടുത്ത കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അവർക്കൊരു ആശയക്കുഴപ്പങ്ങൾ മാറി അവർക്കൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഒരു കുടുക്കിൽപ്പെട്ട ഒരവസ്ഥയിലാണ് ആ ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ശൂന്യതയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ, എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ. അവർ ഡിവൈനിലേക്ക് കണക്റ്റഡ് ആയതായിട്ടും കാണുന്നുണ്ട്. അവർ പ്രാർത്ഥനയ്ക്കൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരെ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്ന് രക്ഷിച്ചാൽ മതി. തേർഡ് പാർട്ടിയുടെ ചതിയിൽ അവർ പെട്ടുപോയതാണ്. അവരൊരു കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് തന്നെയാണ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. പക്ഷേ ഇപ്പോഴാ കർമ്മ ഹീല് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യം ഈ ഒരു കൂടോത്രമാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് എത്രയാണ്, വളരെ കാലം നിലനിൽക്കില്ലല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറുമല്ലോ. ഇതിനൊരു ഡിവൈൻ കൂടെ ഒരു പവറും കൂടെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ മാറ്റാൻ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ കാര്യങ്ങളെ ഓരോരോ ഫ്രെയിം വൈസ് ആയിട്ട് അവർ അനലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടി ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാര്യം അവർക്ക് ഭക്ഷണത്തിലോ എന്തിലോ ഒക്കെ ഇവരൊരു ഒരു നെഗറ്റീവ് എനർജി കൊടുത്തതായിട്ട് കാണുന്നുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അവർക്കൊരു മടുപ്പായിരുന്നു ജീവിതത്തോട്. തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർക്കൊരു ആത്മവിശ്വാസം ഇല്ല, ഒരു ലേസിനെസ് കാർഡ്, എപ്പോഴും ഒരു മടുപ്പും ഒരു പാഷനേറ്റ് അല്ലാത്തൊരു ലൈഫ്, ഭയങ്കര ഭയം. അതൊക്കെ ഈ ഒരു ബ്ലാക്ക് മാജിക്, ഒരു കൂടോത്രത്തിൻ്റെ ഫലമായിട്ട് വന്നതാണ് തീർച്ചയായിട്ടും, ഒരു വശീകരണത്തിൻ്റെ. അതുപോലെ നിങ്ങൾക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ഒരു തുറന്ന സംസാരം നിങ്ങളുമായിട്ട് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറേ കാശല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർ നേരത്തെ പണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയാണ്. പണത്തിനും പ്രതാപത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയാണ്. കുറച്ചും കൂടെ ഒരു തുല്യ പങ്കാളിത്തത്തോടു കൂടി നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും, അതിൻ്റെയൊക്കെ പേര് നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്ത വ്യക്തിയാവും, അതിൻ്റെ പേരിലൊക്കെ കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം ചേരുന്നതാണ് കുടുംബം. അപ്പം ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷനാണ് വേണ്ടത്. ഒരു തുല്യ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുടുംബത്തിനാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അവരെ നിങ്ങളിലേക്ക് വരാനാണ്. അതിരുകളില്ലാത്ത മനസ്സിനെ സൂചിപ്പിക്കുന്ന കാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ മനസ്സ് നിറയെ നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹം. അതായത് അവർക്കൊരു ഫലപ്രാപ്തി കിട്ടുമെന്ന് അവർക്കറിയാം. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അകന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. പഴയതിനെ വിട്ടുകളയാൻ അവർ തയ്യാറാകുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ്. ഇപ്പോൾ അവരൊരു പൂർണ്ണതയുടെ ഘട്ടത്തിലാണ്. കാര്യം ഇപ്പോഴാണ് അവർക്ക് വെളിവുണ്ടായത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഒരു ബ്ലാക്ക് മാജിക് കൂടോത്രമൊക്കെ ചെയ്ത് മയക്കി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വാല്യൂ ഒന്നും അവർ മനസ്സിലാക്കിയില്ല. ഇത് വർഷങ്ങളായിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഒരു കൈയടക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കുടുംബമാവാനുള്ള സാധ്യതയുണ്ടൊരു ലേഡി അല്ലെങ്കിൽ ഒരു ജെൻസ്. അത് വർഷങ്ങളായിട്ടുള്ളൊരു ഫിസിക്കൽ റിലേഷനൊക്കെ ഉള്ളൊരു ബന്ധമാണ്. തീർച്ചയായിട്ടും കുടുംബമാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എല്ലാവരും ഡിവൈനിൽ സറണ്ടർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഫീലിങ്സൊക്കെ, അതാണ് ഞാൻ പറഞ്ഞൊരു ആത്മീയതയുടെ ഒരു പുതിയ മുഖമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആത്മീയതയിലേക്ക് കടന്നതായിട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് ഇവിടെ പാർട്ടിസിപ്പേഷൻ കാർഡ് വന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തെപ്പറ്റി അവർ പുതിയൊരു കാഴ്ചപ്പാടാണ്. അത് നിങ്ങളുമായിട്ടുള്ള ഒരു പഴയ ജീവിതത്തിൽ, ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, നിങ്ങളുടെ വൈഫൊക്കെ ആണെങ്കിൽ ജീവിതം എന്നത് തീർച്ചയായിട്ടും ദൂരെയുള്ള ഒരു കാഴ്ചയല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്, മറിച്ച് അതിൽ സജീവമായി ഇടപെടേണ്ട ഒന്നാണെന്നാണ് കാർഡ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിന്ത അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഒറ്റപ്പെടൽ ഉപേക്ഷിക്കുക. അവർ ഇത്രയും നാളും ഒറ്റപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ്. നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയാതെ നിങ്ങളെ ഒരുപാട് നിങ്ങളൊരുപാട് പിന്നിൽ നിന്ന് കുത്തിയൊരു വ്യക്തി, ഒരുപാട് വേദനിപ്പിച്ചൊരു വ്യക്തി, നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം തരാത്തൊരു വ്യക്തി. പക്ഷെ ഒറ്റപ്പെടൽ ഉപേക്ഷിച്ച് ജീവിതത്തിൽ നിങ്ങളോട് പരസ്പരം കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങളോട് ഇടപഴകണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു സൃഷ്ടിപരമായിട്ടുള്ള പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അതിലൊരു ആനന്ദം കണ്ടെത്തുക. അതുപോലെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് സ്വയം വേദനിപ്പിക്കുന്നത് നിർത്തി പുതിയൊരു തുടക്കത്തിനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തുക എന്നും ഈ ഒരു കാർഡ് പറയുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞൊരു കാർഡ്. ഇപ്പം ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ. അതായത് ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, മൈസർ എന്ന് പറഞ്ഞൊരു കാർഡ്. അവർക്ക് ഭയമായിരുന്നു ഇത്രയും നാളും തേർഡ് പാർട്ടി അവരെ കൊന്നുകളയുന്ന ഇവർക്ക് പേടിയായിരുന്നു തീർച്ചയായിട്ടും. അപ്പം ഭയം കാരണം അവരെന്തിനെയാണോ മുറുകെ പിടിക്കുന്നത്, അത് ആ ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയത്തെ ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഇടുങ്ങിയ ചിന്താഗതികൾ ഒഴിവാക്കി പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി എനിക്കിവിടെ കാണാം. ജീവിതം ഒരു പുഴ പോലെ ഒഴുകാൻ അനുവദിക്കുന്ന ഒരു വ്യക്തി, എല്ലാത്തിനും മടിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ അംഗീകരിക്കാൻ മടി, സ്നേഹം പ്രകടിപ്പിക്കാൻ മടി, വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടി, പണം ചെലവാക്കാൻ മടി, ഇതെല്ലാം ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് നേരത്തെ. പക്ഷേ ഇപ്പോഴതൊക്കെ മാറ്റിവെച്ചവർ നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ, നിങ്ങളാണ് അവരുടെ ടോക്കൺ ഓഫ് ലവ് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഞാൻ ഇത്രയധികം ബ്യൂട്ടിഫുൾ കാർഡ്സ് ഇങ്ങനെയൊന്നും ആരും റീഡ് ചെയ്യില്ല. ഇതൊരു ജനറൽ റീഡിങ്ങിലൊന്നും ഇങ്ങനെ ആരും ചെയ്യില്ല. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ റീഡിങ് മാത്രമാണ് കേട്ടോ, തീർച്ചയായിട്ടും. ഇപ്പോൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇവിടെ കാർഡ് തുടങ്ങിയത്. ഇപ്പോഴെന്താണ്, എല്ലാം ഉണ്ട്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് വരെയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ട ഒരു സ്ഥലമാണ് കുടുംബം. അവിടെ മനസമാധാനം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു അമ്പലത്തിലും പോയിട്ട് കാര്യമില്ല, ശരിയല്ലേ? കാര്യം കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു വ്യക്തിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ഒരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതായത് തേർഡ് പാർട്ടിയായിട്ടുള്ളൊരു ബന്ധത്തിൽ അവരൊട്ടും അവർക്കൊരു സന്തോഷവും സമാധാനവും ഇല്ല. പക്ഷേ ഇപ്പോൾ അവിടെ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട്. ഒരു സ്പിരിച്വൽ റീബർത്ത് സംഭവിച്ചൊരു വ്യക്തി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ പല ചിന്താഗതികളും തെറ്റാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു ജീവിതത്തിലാണെങ്കിൽ ഒരു കുടുംബത്തിന് അതിൻ്റെ അർഹമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്തുക. പണ്ട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒന്നും കൺസിഡർ ചെയ്യാത്തൊരു വ്യക്തിയാണ്, പണത്തിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലുക്കിൻ്റെ പുറകെ പോകുന്ന വ്യക്തികൾ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവർ ജീവിതത്തെ ഒരുപാട് പഠിച്ചു. അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. കാര്യം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണല്ലോ കളഞ്ഞതെന്നൊക്കെയുള്ളവർക്ക്. അവരുടെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തിയത് ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു ബന്ധത്തിൽ വന്നപ്പോഴാണ് തീർച്ചയായിട്ടും അതെല്ലാം ഇല്ലാതായത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് അവരെല്ലാം നഷ്ടപ്പെടുത്തിയത്, അവരുടെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം. ഇപ്പോൾ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യങ്ങൾക്കും അവർ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ റീഡ് ചെയ്തതാണ്. തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല. അതാണ് നത്തിങ്നെസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നത് കേട്ടോ. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല.
അവർ നിങ്ങളുമായിട്ട് ചിലവഴിച്ച പാസ്റ്റിൽ ചിലവഴിച്ച ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ മെസ്സേജൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക. നിങ്ങളെയാണ് ഇപ്പോഴും അവർ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട് അവരുടെ ലൈഫിലേക്ക്. കാര്യം നിങ്ങളാണ് അവരെ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ മെസ്സേജ് എടുത്ത് വായിക്കുക. ബ്ലോക്ക്ഡ് ആണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ബ്ലോക്കൊക്കെ മാറ്റി തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജൊക്കെ അവരെ കിട്ടും. അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടാണ് കൂടുതൽ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഇവിടെ ഒരു മാറ്റത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു റീഡിങ്ങിൽ. അത് ഒരു പുരുഷനാവാം സ്ത്രീയാവാം. പഴയ ചിന്തകളും കുശുമ്പും കുന്നായ്മകളും അതുപോലെ തന്നെ മുൻവിധികളും മുൻധാരണകളും എല്ലാം മാറ്റിവെച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് എത്രയും പെട്ടെന്ന് വരാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി. ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷലിപ്ത ബന്ധമായിരുന്നു, ഒരു ടോക്സിക് ബന്ധമായിരുന്നു, ഒരു കൈവിഷം കൂടോത്രമൊക്കെ കൊടുത്താണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ വ്യക്തിയെ കൈവശം വെച്ചിരുന്നത്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു തിരിച്ചറിവ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി അവരെ ആർക്കും പറ്റിക്കാനായിട്ട് പറ്റില്ല, ഒരു തേർഡ് പാർട്ടിക്കും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനും പറ്റില്ല. കാര്യം അവർക്ക് മനസ്സിലായി എന്താണ് ഏതാണ് ജീവിതം എന്നൊക്കെ. ഇത്രയും നാൾ അവർക്ക് അറിയില്ലായിരുന്നു. അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. പിന്നെ അവരുടെ അതിമോഹം, ദുരാഗ്രഹം, അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇനി അവർ വരുന്നത്. തീർച്ചയായിട്ടും അവർക്ക് അത്രയും അതിമോഹം ഉണ്ടായിരുന്നു, സമ്പത്തിനോടും അതുപോലെ തന്നെ ഫിസിക്കൽ താല്പര്യത്തിനോടും എല്ലാം. പക്ഷേ അതൊന്നുമല്ല ജീവിതം. നിസ്സാര കാര്യങ്ങളിലും അതിൻ്റേതായ മഹത്വമുണ്ട്. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വൈഫ്, ഒരു ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നൊക്കെയുള്ളൊരു ചിന്തിക്കുന്നൊരു കാർഡാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷമില്ലെങ്കിൽ എന്താണ്, എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. കുടുംബം എന്നതെന്ന് വെച്ചാൽ ഒരു ആലയമാണ്, തീർച്ചയായിട്ടും ഒരു ക്ഷേത്രം തന്നെയാണ് കുടുംബം. അപ്പോൾ അവിടെ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഒക്കെയാണ് മനസ്സിൽ കൊണ്ടുവരുന്നത് നേരത്തെ ഒരു വ്യക്തി. അതായത് നിങ്ങളെ പരിഗണിക്കാതെ, കുട്ടികളെ പരിഗണിക്കാതെ, ഒരു വിലയും നിങ്ങൾക്ക് തരാത്ത ഒരു വ്യക്തി. പക്ഷെ ഇപ്പോഴവർ ചിന്തിച്ചു തുടങ്ങി ഇതിൻ്റെ പ്രാധാന്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം. താൻ ഈ പരുവത്തിലാകാൻ കാരണം തനിക്ക് കുടുംബത്തോടുള്ള ഒരു അതൃപ്തി കൊണ്ടാണ്, താൻ കാരണമാണ് താൻ ഈ ഒരു പരുവത്തിലായെന്നവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ മനുഷ്യനായിട്ട് വന്ന് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി ചേർന്ന് ഉള്ളത് കൊണ്ട് വേണം പോലെ ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തി. ഉള്ളത് കൊണ്ട് വേണം പോലെ എന്ന് പറയത്തില്ലേ നമ്മൾ. പൈസയൊന്നും അല്ല പ്രധാനം ജീവിതത്തിൽ, സന്തോഷവും സമാധാനമാണെന്ന് മനസ്സിലാക്കി വരുന്നൊരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ്ങൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് കാണാത്തവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. എൻ്റെ റീഡിങ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും, അത് സത്യമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. സെൽഫ് ലവ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഏറ്റവും നല്ല കാര്യമാണ് സെൽഫ് ലവ്. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു സർവേശ്വരനോട്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നന്ദി, നമസ്കാരം. താങ്ക് യു.